Hi guys, Azhichupani episode എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു നിയോൺ സ്ട്രിപ്പാണ്. ഈ നിയോൺ സ്ട്രിപ്പ് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിയോൺ ട്യൂബുകളായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്ലെക്സിബിൾ മോഡുകളായിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വളയ്ക്കാം ഓടിക്കാം എന്നൊക്കെയുള്ള രീതിയിലാണ് ഇപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കത്തിച്ച് ആദ്യം കാണിച്ചു തരാം. കണ്ടോ, അതാണ് സംഭവം. സ്റ്റുഡിയോ ലൈറ്റ് ഉള്ളത് കൊണ്ട് അത്രയ്ക്ക് എത്ര ക്ലാരിറ്റി ഉണ്ടാവും എന്ന് അറിഞ്ഞോളാം. എന്നാലും ഞാൻ ഓഫ് ചെയ്യാം. ഈ ലൈറ്റ് എന്തിനു മേടിച്ചെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ലൈറ്റിൽ അതായത് നമ്മുടെ ട്രാവലറിൻ്റെ ഒരു ടെയിൽ ലാമ്പ് ഉണ്ട്, അതായത് സ്പോയിലറിലൊക്കെ വരുന്ന ഒരു ലൈറ്റാണ്. പഴയ ലാൻസറിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. പക്ഷെ ഇപ്പോൾ ആ ലൈറ്റ് കിട്ടാനില്ല. ഇതിന് എന്താ ലൈറ്റ് എന്ന് പറയുന്നതെന്ന് അറിഞ്ഞൂടാ. സ്പോയിലർ ലൈറ്റ് ആയിട്ട് വരുന്ന സാധനമാണ്. ബ്രേക്ക് ചവിട്ടുമ്പോഴത്തേക്കും അറിയാൻ വേണ്ടിയിട്ട് സ്പോയിലറിൽ വരുന്ന ഒരു ലൈറ്റായിട്ടാണ്. പക്ഷേ ഈ ലൈറ്റ് ഇപ്പോൾ കിട്ടാനില്ല മേടിക്കാൻ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടെസ്റ്റിങ് വരുന്നുണ്ട്. അപ്പോൾ ടെസ്റ്റിങ്ങിന് കയറ്റുമ്പോൾ ഈ ബ്രേക്ക് ലൈറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കത്തണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത് കത്തിക്കാൻ മാർഗ്ഗമില്ല. കാരണം ഇതിൻ്റെ ലൈറ്റ് കംപ്ലീറ്റ് വെള്ളം ഇറങ്ങി തുരുമ്പിച്ച് നാശമായി പോയതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ലൈറ്റ് ഞാൻ പിടിപ്പിക്കാനുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ലൈറ്റ് കണ്ടല്ലോ, അത് ഓൾറെഡി വെള്ളം കംപ്ലീറ്റ് ഇറങ്ങി നാശമായി കറ പിടിച്ച് കൊറോഡ് ചെയ്ത് ആണ് ഈ സാധനം വർക്ക് ചെയ്യാണ്ടായത്. അപ്പോൾ ഇതേ അവസ്ഥ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇനി വെക്കാൻ പോകുന്ന ലീഡുകൾക്കും ഇതേ അവസ്ഥ തന്നെ വരും. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി വെൽ ഇൻസുലേറ്റഡ് ആണ്. നനഞ്ഞാലും പ്രശ്നമില്ലാത്തൊരു യൂണിറ്റ് ആയതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത്. ഇത് വരുന്നത് ശരിക്കും LED സ്ട്രിപ്പ് തന്നെയാണ്, പക്ഷേ മേൽപോട്ടേക്ക് ഇങ്ങനെ വെച്ചേക്കാണ്. സാധാരണ LED സ്ട്രിപ്പുകൾ ഇപ്പോൾ ഇങ്ങനെയാണ് LED സ്ട്രിപ്പ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയാണ് വെക്കുന്നത്. LED എപ്പോഴും പൊക്കത്തേക്ക് പോയിന്റ് ചെയ്യുന്ന തരത്തിലാണ്. പിന്നെ ഒരു സിലിക്കോൺ കവർ വെച്ചിട്ട് ലൈറ്റ് വരേണ്ട ഭാഗം മാത്രം ചുവപ്പ് കളറും ബാക്കിയുള്ളതെല്ലാം വൈറ്റ് അടിച്ച് ലൈറ്റ് പുറത്തേക്ക് വരാത്ത തരത്തിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്, റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. നമുക്ക് ഈ നിയോൺ സ്ട്രിപ്പ് എന്ന് മാത്രമല്ല ഏത് LED ആണെന്നുണ്ടെങ്കിലും നമ്മൾ കാറിലൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അടിച്ചു പോകുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, നമ്മൾ എങ്ങനെ വയർ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ നിയോൺ സ്ട്രിപ്പ് വരുന്നത്. ഓൾമോസ്റ്റ് എത്ര നീളം വരും? ഇത് ഓൾമോസ്റ്റ് ഒരു 20 ഇഞ്ചാണ് ഇതിൻ്റെ നീളം. അതായത് 1.5 അടിയിൽ 2 ഇഞ്ച് കൂടുതൽ. ഇത്രയാണ് ഇതിൻ്റെ വരുന്നത്. ജസ്റ്റ് കത്തിച്ചൊന്ന് കാണിക്കാം. ഉണ്ടോ, ഇതിൻ്റെ പൊക്കത്ത് ലൈറ്റൊന്നും കാണുന്നില്ല. പക്ഷേ ഇത് കണ്ടോ, ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റായി. ഇതെങ്ങനെ വേണമെങ്കിൽ തിരിക്കാം. അപ്പോൾ ഇത്രയും, അതായത് ഈ ഒരു 1.5 അടി ലെങ്ത്ത് വരുന്ന നമ്മുടെ നിയോൺ സ്ട്രിപ്പിന് എടുക്കുന്ന പവർ എന്ന് പറയുന്നത് 12 വോൾട്ടിൽ 12.05 വോൾട്ടിൽ 326 മില്ലി ആമ്പിയറാണ് കറണ്ട് എടുക്കുന്നത്. 326 മില്ലി ആമ്പിയർ. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ വണ്ടികളിലൊക്കെ ആകുമ്പോഴത്തേക്കും ഇച്ചിരിയും കൂടെ കൂടും. 13 ചില്ലറ വരും. അപ്പോൾ 4.12 ആയി. അതിനനുസരിച്ച് ബ്രൈറ്റ്നസ്സും കൂടുന്നുണ്ട്, നമ്മുടെ സ്ട്രിപ്പ് ചൂടാവുന്നതും കൂടുന്നുണ്ട്. അപ്പോൾ ഒരു 12 വോൾട്ടിൽ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്നതുകൊണ്ട് നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്യാൻ പോകുന്ന ലൈറ്റും 12 വോൾട്ടിലാണ്. അപ്പോൾ ഈ സ്ട്രിപ്പിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, ഓരോ ഡോട്ടായിട്ട് കാണാം. കണ്ടോ, അപ്പോൾ ഈ ഡോട്ടിൻ്റെ ഇടയിൽ നമുക്ക് കട്ട് ചെയ്യാം. അതിൻ്റെ അർത്ഥം ഇത് മൂന്ന് പീസുകളായിട്ടായിരിക്കണം വരുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇതുണ്ട്, ഇവിടെ ഒരു സ്ലിറ്റ് ഉണ്ട്. കണ്ടോ, ഇവിടെ ചെറിയൊരു ബ്ലാക്ക് ഇത് മാർക്ക് കാണാം നിങ്ങൾക്ക്. അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് ബ്ലാക്ക് മാർക്ക് കാണാം. അപ്പോൾ ഇതാണ് കട്ടിങ് ഇത് വരുന്നത്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ട്രിപ്പ് മാത്രമേ കത്തുള്ളൂ. നമുക്കൊരു പണി ചെയ്യാം. ഇതിൻ്റെ കംപ്ലീറ്റ് കറണ്ട് കൺസംഷൻ നമ്മൾ കണ്ടു. 12 വോൾട്ടിൽ 336 ഞാൻ ഇതിൻ്റെ ഒരു സെക്ഷൻ കട്ട് ചെയ്യാൻ പോവാണേ. ഇതിൻ്റെ ഒരു സെക്ഷൻ കട്ട് ചെയ്തിട്ട് നമുക്ക് എന്തോരം വരുന്നുണ്ട്, കറണ്ട് വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ളത് അറിയാം. അപ്പോൾ ഇത് കട്ട് ചെയ്യൽ നിസ്സാര പരിപാടിയാണ്. ഞാനൊരു സിസർ എടുത്തിട്ടുണ്ട്. സിസറിൽ നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് ഇതിൻ്റെ ഈ കറുത്ത പോയിന്റ് കണ്ടോ, ഈ കറുത്ത പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ നൈസായിട്ട് കട്ട് ചെയ്യാണ്. കണ്ടോ, ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരത്തെ എത്രയായിരുന്നു, 300 ചില്ലാനായിരുന്നു നമ്മുടെ കറണ്ട് വന്നിരുന്നത്. ഇപ്പോൾ നമുക്ക് ഒന്നും കൂടെ നോക്കാം എത്ര വരുന്നത് എന്നുള്ളത്. ഞാൻ ഓക്കെ, 317 മില്ലി ആമ്പിയറാണ് ഇപ്പോൾ വരുന്നത് കേട്ടോ. 318 മില്ലി ആമ്പിയറാണ് വലിക്കുന്നത്. 12.6 ഒരു 10-20 മില്ലി ആമ്പിയർ ഒരു സെക്ഷന് 20 മില്ലി ആമ്പിയർ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സെക്ഷനിൽ എങ്ങനെയാണ് പരിപാടികൾ നടക്കുന്ന, ലൈറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇത് ഇങ്ങനെയൊന്നും കീറാനൊന്നും പറ്റുമെന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഈ വൈറ്റ് വരുന്ന സംഭവം, ഈ വൈറ്റ് കാണുന്ന സംഭവങ്ങൾ ഇതിൽ നിന്ന് ലൈറ്റ് പുറത്തേക്ക് വരാണ്ടിരിക്കാനാണ്. ലൈറ്റ് റെഡ് സംഭവത്തിൽ കൂടെ മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. ജസ്റ്റ് ഞാനൊരു പണി ചെയ്യാം, കീറി കാണിച്ചു തരാം. ഇതിപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് കീറാം.
ഇത് മെയിനായിട്ട് കീറുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വല്ല റെസിസ്റ്റൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ടോ, പ്രൊട്ടക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഓവർ കറണ്ടിന് പ്രൊട്ടക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുണ്ടോ സ്ലൈസ് ചെയ്തിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഒരു LED നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ട സാധാരണ ഒരു LED ഇവിടെ കാണാം. ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ക്ലാസിക് നമ്മുടെ ഒരു LED സ്ട്രിപ്പാണ്. കണ്ട സാധാരണ LED സ്ട്രിപ്പാണ് ഇത്. ഇതിൻ്റെ അകത്തേക്ക് എൻകേസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കണ്ട അപ്പം ഇതിങ്ങനെയാണ് ഇരുന്നിരുന്നത്. ഇതിങ്ങനെയാണ് ഇരുന്നിരുന്നത്. 3 LED സീരീസാണ്, 12 വോൾട്ടിൻ്റെ സ്ട്രിപ്പാണ്, 3 LED സീരീസാണ്. ഇതിൻ്റെ നടുക്കൊരു ചെറിയ റെസിസ്റ്റർ ഇട്ടിട്ടുണ്ട്. വാട്ടർ പ്രൂഫ് LEDs ആണ്. 33 ഓംസിൻ്റെ റെസിസ്റ്ററാണിത്. 33 ആണ്, 33 ഓംസിൻ്റെ റെസിസ്റ്ററാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. അപ്പോൾ നമുക്കിനിയിപ്പം നോക്കാം. ഇതിപ്പോൾ 12 വോൾട്ടിൻ്റെ സ്ട്രിപ്പാണ്. വണ്ടികളിൽ 13.5 വോൾട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വോൾട്ടേജ് കൂടെ നമുക്കിപ്പോൾ 300 മില്ലി ആമ്പിയറേ വേണ്ടു. സാധാരണ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ വെച്ച് നമുക്കിത് കണക്ഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് ഓൾറെഡി നിങ്ങൾക്ക് കാണാം. ഇത് എക്സിസ്റ്റിംഗ് ലൈറ്റിൽ ഉണ്ടായിരുന്നത് വെള്ളം കൊണ്ട് കൂടെ നനഞ്ഞ് നാശമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ ലൈറ്റ് എടുക്കുക. ലൈറ്റ് എടുത്തിട്ട് കണ്ടോ, ഈ ലൈറ്റിൽ നമ്മൾ ഇതിങ്ങനെ അങ്ങോട്ട് സെറ്റ് ചെയ്യാനുള്ളൊരു പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് ആവശ്യമുള്ളത്ര നീട്ടത്തിൽ വയ്ക്കുക. എന്നിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇത്രയാണ് വേണ്ടത്. അതെ, ഇത്രയും അളവിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മളത് യൂസ് ചെയ്യാനുള്ള പരിപാടിയാണ്. നമുക്കത് കട്ട് ചെയ്യാം. കണ്ടോ, നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി പീസ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ആ കൂടെ 266 മില്ലി ആമ്പിയർ എടുക്കുന്നുള്ളൂ കറണ്ട്. കണ്ടോ, ഇപ്പോൾ കത്തുന്നുണ്ട്. 266 മില്ലി ആമ്പിയറെ കറണ്ട് എടുക്കുന്നുള്ളൂ, 267. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഫിറ്റ് ഇവിടെ അടിച്ച് നോക്കുകയാണ്. ഫൈൻ. കണ്ടോ, നമ്മുടെ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇത് മതിയാവുമായിരിക്കും. നമ്മുടെ ഇൻസ്പെക്ഷൻ പാസ്സാവാനായിട്ട് ഇത് മതിയാവുമായിരിക്കും. നമുക്ക് ലൈറ്റ് കത്തേണ്ടത് കാണിച്ചാൽ മതിയല്ലോ. അപ്പം ഞാനിത് ഇങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ പറയട്ടെ, ഇങ്ങനത്തെ ഒരു നിയോൺ സ്ട്രിപ്പ് ഞാൻ ഇതിൽ യൂസ് ചെയ്യാൻ കാരണം, ഇതേമാതിരത്തെ സാധാരണ LED സ്ട്രിപ്പ് വെക്കാത്ത കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഉണ്ടായിരുന്ന LEDകൾ ഇത് കംപ്ലീറ്റ് വാട്ടർ ഡാമേജ് വന്ന് പോയതാണ്. ഇത് കണ്ടോ, ഈ ബോർഡ് മൊത്തം നനഞ്ഞ് ഇത് കംപ്ലീറ്റ് ഷോർട്ടായി പോയതാണ്. അപ്പോൾ എനിക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് വെള്ളം കയറുന്നറിയാം. പ്രത്യേകിച്ച് ഇതിൻ്റെ ഈ സീലും നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഓൾറെഡി പൊട്ടിപ്പോയതാണ്. അപ്പോൾ നമ്മൾ ഈ ലൈറ്റ് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ പഴയതെടുത്തൊന്ന് റിസ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് ഇതേമാതിരി കൺസീൽഡ് ആയിട്ടുള്ള സാധനമാണ്, വെള്ളം കയറാത്തത്. നമ്മൾ സാധാരണ LED സ്ട്രിപ്പ് വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളം കയറി നാശമായി പോകും. അപ്പോൾ ഇതൊന്ന് ഫ്ലെക്സ് ക്യൂക്കൊക്കെ വെച്ചൊന്ന് ഒട്ടിക്കട്ടെ. അപ്പോൾ ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് ഒട്ടിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലെക്സ് ക്യൂക്ക് ഇട്ട് കൊടുക്കുക. യാതൊരു പഞ്ഞവും ആലോചിക്കരുത്, നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. കാരണം ഇത് എപ്പോഴും ഷെയ്ക്കാവുന്ന സംഭവമാണ്. വണ്ടിയുടെ ഏറ്റവും തുഞ്ചത്ത് വരുന്നതാണ്, ഏറ്റവും കൂടുതൽ വൈബ്രേറ്റും ചെയ്യുന്നതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് നല്ല വൃത്തിക്ക് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം ഊരി പോരാണ്ടിരിക്കും. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഓട്ടോമോട്ടീവ് വയറുകളാണ്. അതിൻ്റെ കൂടെ നമ്മളൊരു കണക്ടറും യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ വയർ സോൾഡർ ചെയ്താണ് പിടിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ വണ്ടി എപ്പോഴും എല്ലാ വെതറിലും വർക്ക് ചെയ്യണതായതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ വയർ ജോയിൻ ചെയ്ത് ഒന്ന് സോൾഡറൊക്കെ ചെയ്ത് കൊടുക്കുക. അതുകൂടാതെ തന്നെ ഷ്രിങ്ക് റാപ്പ് വെച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് ഷ്രിങ്ക് റാപ്പും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ വണ്ടിയിൽ ഇത് വെള്ളത്തിൽ മുങ്ങിപ്പോയാലും ഈ വയറുകൾ തമ്മിൽ ഷോർട്ടാവാതെ ഇരിക്കും. കണ്ടോ, നമ്മുടെ വർക്ക് നല്ല നീറ്റായിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വാട്ടർ റെസിസ്റ്റൻ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വയറിൻ്റെ ലെങ്ത്ത് എടുക്കുക. ലെങ്ത്ത് എടുത്തതിന് ശേഷം വയറിൻ്റെ തുഞ്ചത്ത് ഒരു കെട്ടിട്ട് കൊടുക്കുക. അതായത് നമ്മൾ വലിക്കുന്ന വലിവ് നമ്മുടെ ജോയിൻറ്റുകളിലേക്ക് ബാധിക്കാതിരിക്കാനായിട്ടാണ് വയറൊന്ന് ചുറ്റി നൈസായിട്ടൊരു കെട്ടിട്ട് കൊടുക്കുക.
എന്നിട്ട് നമ്മുടെ വയറ് റൗട്ട് ചെയ്യാനുള്ള ഔട്ട്ലെറ്റ് കൂടെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം എനിക്ക് ഇതേമാതിരി വയറിൻ്റെ തുഞ്ച് വെറുതെ ഇടാൻ താല്പര്യമില്ല. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് 2 കണക്ടർ ഈ 2 വയറിനെയും തുമ്പത്തായിട്ട് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ വൺസ് നമ്മുടെ വയറ് നല്ല ടൈറ്റ്ലി സെക്യൂർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലിഡ് ഇട്ടിട്ട് നമുക്ക് അടയ്ക്കാവുന്നതാണ്. ഇതിന് അങ്ങനെ അടപ്പെന്നൊന്നും പറയാനില്ല കേട്ടോ. ജസ്റ്റ് അതിൻ്റെ എന്തോ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് പാർട്ട് തന്നെയാണ്. ഇത് ഊരാൻ പറ്റുന്നത് തന്നെയാണോ എന്ന് സംശയമുണ്ട്. എന്നാൽ കൂടി ഞാൻ വലിച്ചപ്പോൾ തുറന്ന് പോകുന്നതുകൊണ്ട് ഞാൻ പിന്നെ അത് അങ്ങനെ തന്നെ എടുത്ത് അടച്ച് ഫിറ്റ് ചെയ്യുന്നു. പിന്നെ ഇത് റീപ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് വേറെ പാർട്സ് കിട്ടാനില്ല. ഞാൻ ഒരു 4-5 കടകളിൽ, നമ്മുടെ ഏരിയയിലുള്ള 4-5 കടകളിൽ നമ്മൾ അന്വേഷിച്ചായിരുന്നു. അപ്പോൾ ഈ സാധനം ഇപ്പോൾ വരുന്നില്ലെന്നാണ് എല്ലാ കടക്കാരും പറയുന്നത്. അപ്പോൾ നമുക്ക് ആ കൂടെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റീഫർബിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് അത്ര വാട്ടർ ടൈറ്റ് ഒന്നും അല്ല കേട്ടോ. കാര്യം ഓൾറെഡി പൊട്ടിയതാണ്. അടപ്പ് അത്ര വലിയ ടൈറ്റായിട്ടൊന്നും അടയുന്നൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഒരു വലിയ ഹോളുണ്ട് കണ്ടോ. ആ ഹോളിൽ കൂടെ എങ്ങനെ വന്നാലും വെള്ളം കയറും. ഇപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് അത്യാവശ്യം ഒരു 2-3 കൊല്ലത്തേക്ക് കുഴപ്പമില്ലാണ്ട് ഓടുമായിരിക്കും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. ഫൈനലി നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം. ഇത്രയും പണിയെടുത്തിട്ട് വർക്ക് ചെയ്യുമെന്ന് അറിയണമല്ലോ. ഓക്കെ, വർക്ക് ചെയ്യുന്നുണ്ട്, അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഹാപ്പിയാണ്, സംഭവം സക്സസ്ഫുൾ ആണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ലൈറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കംപ്ലീറ്റ് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന ലൈറ്റാണ്. എന്നാൽ കൂടി നമ്മുടെ വണ്ടിയുടെ ഇൻസ്പെക്ഷൻ സമയത്ത് അവർ നോക്കുമ്പോൾ ലൈറ്റ് കത്തിയില്ലെങ്കിൽ അത് ചിലപ്പോൾ ഇൻസ്പെക്ഷൻ ഫെയിലാക്കാനും ലൈറ്റ് മാറ്റി ഫിറ്റ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ പറയുമായിരിക്കും. അപ്പോൾ ഈ ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടാനുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ഫിക്സ് ചെയ്ത് എടുത്തത് തന്നെ. അത്ര വാട്ടർ പ്രൂഫൊന്നും അല്ല, എല്ലാ സ്ഥലത്തും പൊട്ടിപ്പൊളിഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷെ എന്നാലും ഇതിരിക്കേണ്ട സ്ലോട്ടിൽ ഇതിരുന്നില്ലെങ്കിൽ അവിടെ എന്തോ ഒരു കുഴി മാതിരിയൊക്കെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ഫിക്സ് ചെയ്തെടുത്താണ്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ ഒരു സർക്യൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു, എത്ര വോൾട്ട്, അതായത് നമ്മുടെ LED അടിച്ചു പോകാതിരിക്കാനുള്ള സർക്യൂട്ട് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അത് നമ്മൾ വണ്ടിയിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വീഡിയോയും കൂടെ നമുക്ക് അത് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്തിടുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതേപോലെ സബ്സ്ക്രൈബ് സഹായിക്കുക. അതേമാതിരി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കമൻസോ സജഷനോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.